പാകിസ്ഥാൻ മണ്ണിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഭീകര ശൃംഖലയ്ക്കെതിരെ കേന്ദ്ര സർക്കാർ വീണ്ടും ശക്തമായ നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. തീവ്രവാദത്തിനെതിരായ പോരാട്ടം കൂടുതൽ ഘടിപ്പിച്ചുകൊണ്ട് 23 ഭീകരരെ കൂടി ഇപ്പോൾ വ്യക്തിഗത ഭീകരരായി തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതോടുകൂടി തന്നെ ഇന്ത്യയുടെ UAPA നിയമപ്രകാരം തന്നെ വ്യക്തിഗത ഭീകരരായി തന്നെ അവിടെ പ്രഖ്യാപിക്കപ്പെട്ടവരുടെ എണ്ണം 80 തന്നെ ഉയർന്നു. ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തോയ്ബ തുടങ്ങിയ നിരോധിത ഭീകര സംഘടനകളുമായി തന്നെ ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യക്കെതിരെ അട്ടിമറി പ്രവർത്തനങ്ങൾ നടത്തിയെന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നടപടിയെടുത്തിരിക്കുന്നത്. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ, അതുപോലെ തന്നെ അതിന്റെ നിയമമായ UAPA പ്രകാരമുള്ള പ്രത്യേക ഗസറ്റ് വിജ്ഞാപനമാണ് കേന്ദ്രം പുറത്തിറക്കിയത്. ഈ പ്രഖ്യാപനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇനി ഈ വ്യക്തികൾക്കെതിരെ സുരക്ഷാ ഏജൻസികൾക്ക് കൂടുതൽ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കുമെന്നതാണ്. ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുവാനും സ്വത്തുകൾ കണ്ടുകെട്ടുവാനും സാമ്പത്തിക ഇടപാടുകൾ തടയുവാനും ആയുധ ശൃംഖലകൾ തകർക്കുവാനുമുള്ള അധികാരം ദേശീയ അന്വേഷണ ഏജൻസിയായ NIA ഉൾപ്പെടെയുള്ള സുരക്ഷാ ഏജൻസികൾക്ക് ലഭിക്കും. 2019 UAPA നിയമത്തിൽ വരുത്തിയ നിർണായക ഭേദഗതിക്ക് ശേഷമാണ് ഭീകര സംഘടനകളെ മാത്രമല്ല അവയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളെയും നേരിട്ട് തന്നെ ഭീകരരായി തന്നെ അവിടെ പ്രഖ്യാപിക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാർ ഇവിടെ അവർക്ക് ലഭിച്ചതായി തന്നെ അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം ഇന്ത്യ ഭീകരവിരുദ്ധ നടപടികൾ കൂടുതൽ ശക്തമാക്കിയതായാണ് കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. അതിർത്തി കടന്നുള്ള ഭീകര പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായവും ലോജിസ്റ്റിക് പിന്തുണയും നൽകുന്ന ശൃംഖലകളെ പൂർണ്ണമായും തന്നെ തകർക്കുകയാണ് ഈ നടപടിയുടെ പ്രധാന ലക്ഷ്യമെന്നതാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിലപാട്. രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന എല്ലാ ഭീഷണികൾക്കും ശക്തമായ നിയമ നടപടികളിലൂടെ തന്നെ മറുപടി നൽകുമെന്ന സന്ദേശം കൂടിയാണ് പുതിയ തീരുമാനം നൽകുന്നത് എന്നതാണ് ഭീകര ധനസഹായ ശൃംഖലകളെ തടയുവാനും അന്താരാഷ്ട്ര തലത്തിൽ ഇവർക്കെതിരായ നടപടികൾ ശക്തിപ്പെടുത്തുവാനും ഈ പ്രഖ്യാപനം നിർണായകമാകുന്നത് എന്നതാണ് ഇവിടെ വിലയിരുത്തപ്പെടുന്നത്. അതോടൊപ്പം തന്നെ നിരോധിത സംഘടനകളായ ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തയ്ബ തുടങ്ങിയവയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഇവർക്കെതിരെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമപ്രകാരം തന്നെ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസമാണ് പ്രത്യേക ഗസറ്റ് വിജ്ഞാപനം അവിടെ പുറത്തിറക്കിയത്. പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ ISIയുടെ പിന്തുണയോടുകൂടി തന്നെ ഇന്ത്യയിലെ സമാധാന അന്തരീക്ഷം തകർക്കാൻ അതിർത്തിക്ക് അപ്പുറത്തു നിന്ന് ഡ്രോണുകൾ വഴി ആയുധങ്ങളും മയക്കുമരുന്നും കടത്തുന്ന ശൃംഖലയിലെ പ്രധാന കണ്ണികളാണ് പുതിയ പട്ടികയിലുള്ള ഭീകരരെല്ലാം എന്ന് രഹസ്യാന്വേഷണ വിഭാഗം വ്യക്തമാക്കുന്നുണ്ട്. ജമ്മു കാശ്മീരിലെ അതിർത്തി മേഖലകളിൽ സുരക്ഷാ സേനയ്ക്ക് നേരെ സമീപകാലത്ത് വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങൾ തടയുന്നതിനും ഭീകരവാദത്തിന്റെ വിതരണ ശൃംഖല പൂർണ്ണമായും തകർക്കുന്നതിനുമുള്ള കേന്ദ്ര സർക്കാരിന്റെ സീറോ ടോളറൻസ് നയത്തിന്റെ ഭാഗമായാണ് അടിയന്തരമായി തന്നെ ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പുതിയ വിജ്ഞാപനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 23 പേരിൽ 11 പേര് ജമ്മു കാശ്മീർ സ്വദേശികളാണ് എന്നതും ഇവർക്ക് നിലവിൽ പാകിസ്ഥാനിലും പാക് അധീന കാശ്മീരിലുമായി തന്നെ അവിടെ ഒളിവിൽ കഴിഞ്ഞാണ് ഇന്ത്യക്കെതിരെ അട്ടിമറി നീക്കങ്ങൾ നടത്തുന്നതെന്നും വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കാശ്മീരിലെ യുവാക്കളെ ഭീകര സംഘടനകളിലേക്ക് റിക്രൂട്ട് ചെയ്യുക, അതിന്റെ അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റം സുഗമമാക്കുക, ഭീകരവാദത്തിനെതിരെയുള്ള ഫണ്ട് ശേഖരണം, ആയുധക്കടത്ത്, ഇന്ത്യയിൽ വലിയ തോതിലുള്ള ഭീകരാക്രമണങ്ങൾ നടത്തുന്നതിനാവശ്യമായ ലോജിസ്റ്റിക് സഹായങ്ങൾ ഒരുക്കൽ എന്നിവയാണ് ഇവർക്കെതിരെയുള്ള പ്രധാന കുറ്റങ്ങൾ. ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയിലെ മുതിർന്ന കമാൻഡറായ മസൂദ് ഇലിയാസ് കാശ്മീരിയാണ് ഈ ഒരു പട്ടികയിലെ പ്രധാന കണ്ണികളിൽ ഒരാളായി തന്നെ പറയുന്നത്. അതുപോലെ തന്നെ പാക് അധീന കാശ്മീരിലെ റവേൽകോട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ പ്രവർത്തിക്കുന്ന ഇയാൾ 2022 ഏപ്രിൽ 22 ജമ്മുവിൽ നിന്നും സുരക്ഷാ സേനയ്ക്ക് നേരെ നടന്ന ആക്രമണത്തിന് പിന്നാലെ തന്നെ പ്രധാന ഒരു സൂത്രധാരനായി തന്നെ കണക്കാക്കപ്പെടുന്നയാളാണ്. ഈ ആക്രമണത്തെ പങ്കാളിയായ ജെയ്ഷെ മുഹമ്മദിന്റെ പ്രധാന നുഴഞ്ഞുകയറ്റ സൂത്രധാരൻ മുഹമ്മദ് മുസാഹിദ് എന്ന ഡോക്ടർ 2016 നവംബർ 29 ജമ്മുവിലെ മറ്റ് സ്ഥലങ്ങൾ, അവിടുത്തെ ചില ക്യാമ്പുകൾ ആക്രമിച്ച കേസിന്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തി കൂടിയാണ് എന്നതാണ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.